പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും മറ്റുള്ള ആളുകളിലേക്ക് നിരന്തരമായി ഷെയർ ചെയ്യാതെയും പോകരുത്. നിങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ മട്ടന്നൂർ മെരുവമ്പായി സ്വദേശിയായ രാകേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ അതിഗുരുതരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായ അഭ്യർത്ഥനമായിട്ടാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായി വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും പ്രാർത്ഥനയോടുകൂടി ഈ പ്രിയപ്പെട്ട സഹോദരനെ ഒന്ന് സഹായിക്കണേ എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മട്ടന്നൂർ നെല്ലൂന്നിയിൽ വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ച് വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിലാണ് രാകേഷ് എന്ന് പറയുന്ന നാടിനും വീടിനും പ്രിയപ്പെട്ടവനായ ഈ സഹോദരൻ. വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ്. തലക്ക് അഗാധമായ പരിക്ക് സംഭവിച്ച് തലയോട്ടി വരെ മാറ്റിവെച്ച ഒരു സ്റ്റേജിലാണ്. കാലിനും കൈകൾക്കും ഒക്കെ പരിക്കുകൾ സംഭവിച്ച് ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ കഴിയുന്ന രാകേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. മൊബൈൽ കടയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട സഹോദരന് ഇല്ലാത്ത ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്റെ ഏട്ടന്റെ കിടപ്പ് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാരും സഹായിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ജന്മനാൽ വൈകല്യമുള്ള ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ തിരിച്ചു ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ സഹായവും സഹകരണവും സപ്പോർട്ടും ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലാണ്. ഈ രാകേഷിന് വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ. ഉള്ള ഒരു അമ്മയാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ക്യാൻസർ രോഗിയായി വീട്ടിൽ കഴിയുകയാണ്. രാകേഷിന്റെ ചികിത്സാ ധനസഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഒരു നാട് മുഴുവൻ നാട്ടിൽ കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കും, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ നാടിനും വീടിനും പ്രിയപ്പെട്ടവനായ രാകേഷിനെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ നാട് മുഴുവൻ വളരെ വേദനയോടുകൂടി ലോക മലയാളികളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായ രാകേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പ്രതീക്ഷയുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാകേഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് മട്ടന്നൂരുകാർ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നെല്ലൂന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് അർദ്ധബോധാവസ്ഥയിലാണ് ഇപ്പോൾ കണ്ണൂരിലെ മിംസ് ഹോസ്പിറ്റലിൽ ഉള്ളത്. രാകേഷിന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ചികിത്സാ ചെലവുകൾ നിർവഹിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള രാകേഷ് ഏട്ടന് കഴിഞ്ഞ മാസം ഈ മാസം 16-ാം തീയതിയാണ് ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അപകടത്തെ തുടർന്ന് സാരമായ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ഈ വരുന്ന ദിവസങ്ങളെല്ലാം ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിർദ്ധരായിട്ടുള്ള കുടുംബം, അമ്മക്ക് ക്യാൻസറാണ്. ഈ വലിയ സാമ്പത്തിക ചെലവ് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് ഈ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒരുപാട് മനുഷ്യ ജീവൻ തിരികെ കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനമായിട്ടുള്ള ശ്രീ അമർഷാന്റെ ഒരു സഹായം ഈ നാട്ടുകാരും കമ്മിറ്റി എന്ന കാര്യത്തിൽ കയറിയിട്ടുള്ളത്. പ്രിയങ്കരനായിട്ടുള്ള അമർഷാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പോയി ആശുപത്രിയിൽ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെല്ലാം കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അമർഷാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഫണ്ട് കളക്ഷൻ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം ഈ ഒരു ചികിത്സാ സഹായം ഇതിലേക്ക് അകമഴിഞ്ഞ് സംഭാവന ചെയ്യണമെന്ന് കൂടി വളരെ വിനിയോഗം അഭ്യർത്ഥിക്കുക. ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ മട്ടന്നൂരിനകത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മൾ നേരത്തെയൊക്കെ പല ആളുകളോടും സംസാരിക്കുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് ഒരു കാലത്ത് ഒരു സിം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലുണ്ടായി. മട്ടന്നൂരിനകത്തെ ഒട്ടുമിക്ക ആളുകളെയും ആധുനിക മൊബൈൽ മേഖലകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു പക്ഷേ 10-25 വർഷക്കാലത്തോളമായി മട്ടന്നൂരിനകത്തെ നിറസാന്നിധ്യമായിരിക്കുന്ന രാകേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഈ നാടിനകത്തെ സ്വമനസ്സുള്ള മുഴുവൻ ആളുകളെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 10-25 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഒരു തിരിച്ചുവരവ് ചികിത്സാ കമ്മിറ്റിയുടെ ഭാഗമാകുവാൻ മുഴുവൻ പേരെയോടും അഭ്യർത്ഥിക്കുകയാണ്. രാകേഷിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് അമർഷാനും അതുപോലെ മൊബൈൽ ഡീലർമാർ ഉൾപ്പെടെയുള്ള
ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന് കഴിയുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും നൽകി രാജേഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഷബീറുടെ മട്ടന്നൂരിലെ രാകേഷ് ഒരു ആക്സിഡന്റ് പറ്റി വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓരോരുത്തരും സഹായിച്ച് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമായതിനാൽ നാം ഓരോരുത്തരും കൈകോർത്ത് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചേനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.